എന്ത് കിടിലൻ ലുക്കാണ് നോക്കിയേ. ഞാൻ പറയും ഇൻഡോർ പ്ലാന്റ്സിൽ ഏറ്റവും റിച്ചായ പ്ലാന്റ് ഈ ZZ പ്ലാന്റ് ആണെന്ന് കേട്ടോ. അത്രയ്ക്ക് രസമാണ്. ഹെയർ ഗ്രോത്തിനും കുറേ ഗുണങ്ങളുള്ള സാധനമാണ്. അത് റോസ്മേരി ഇവിടെ ഇരിപ്പുണ്ട്. അത്യാവശ്യം നല്ല പ്ലാന്റ്സ് ആട്ടോ. പലരും അന്വേഷിച്ച് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടേക്ക് വന്നാൽ കിട്ടും കേട്ടോ. ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് ഞാനുള്ളത് ഞങ്ങളുടെ വീട്ടിനടുത്ത് പാങ്ങപ്പാറം സ്ഥലത്ത് റോയൽ ഗ്രീൻ ഹൗസ് എന്നൊരു ഗാർഡനിലാണ്. മുമ്പ് കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതും ഒരു ചെറിയ വീഡിയോ ഞങ്ങൾ കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് ഇവിടെ എന്തൊക്കെയാണ് കളക്ഷൻ നോക്കാം കേട്ടോ. യെസ്, പോരും. ഇവിടെ ആക്ച്വലി ഇടയ്ക്കിടെ കുറേ ഫ്രൂട്ട് പ്ലാന്റ്സ് കാണാൻ പറ്റും. ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ബാക്കി ഫ്ലവറിംഗ് പ്ലാന്റ്സ് നോക്കാം. ആദ്യം നമുക്ക് ഇവിടെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സെക്ഷനിലേക്ക് കിടക്കാം കേട്ടോ. ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻ സാധാരണ ഞാൻ വരുന്ന അപേക്ഷിച്ച് കുറവാണ് ഇന്നിപ്പോൾ ഉള്ളത്. എന്തായാലും സ്റ്റോക്ക് വന്നിട്ടില്ലെന്നാണ് പുള്ളി പറഞ്ഞത്. ഉള്ളത് ഞാൻ കാണിക്കാം കേട്ടോ. ഇവിടെ ആദ്യം തന്നെ നമുക്കിതേ നമ്മുടെ മിനിയേച്ചർ ആന്തൂറിയത്തിൻ്റെ ഒരു കളക്ഷൻ കാണാൻ പറ്റും. കണ്ടോ, കുറച്ചുണ്ട് പൂക്കൾ, വൈറ്റും മെറൂണും ഒക്കെ ഇരിപ്പുണ്ട്. ഇതേ അഗ്ലോണിമയുടെ വിലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, കാണുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് പലരും നേരത്തെ പറഞ്ഞു ഒന്നിൻ്റെ വില പറയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇന്നിപ്പോഴും ഞാൻ അവിടെ വന്നപ്പോഴും ഇതിൻ്റെ ഓണർ ഇപ്പോൾ ഇവിടെ ഇല്ല. അതുകൊണ്ട് ഉള്ള വില ഞാൻ കാണിക്കാം, എല്ലാം കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇതിവിടെ കണ്ടോ, നമ്മുടെ ZZ പ്ലാന്റ്. ഒരു എന്ത് കിടിലൻ ലുക്കാണ് നോക്കിയേ. ഞാൻ പറയും ഇൻഡോർ പ്ലാന്റ്സിൽ ഏറ്റവും റിച്ചായ പ്ലാന്റ് ഈ ZZ പ്ലാന്റ് ആണെന്ന് കേട്ടോ. അത്രയ്ക്ക് രസമാണ്. ഇവിടെ കുറേ ഉണ്ട് ചേർത്തതിൻ്റെ. ഇതൊക്കെ നിങ്ങൾ കൊണ്ടുപോയിട്ട് നല്ലൊരു പൂട്ടിലേക്ക് മാറ്റി വീട്ടിനുള്ളിൽ വെക്കുകയാണെങ്കിൽ കിടിലൻ ലുക്കായിരിക്കും കേട്ടോ. വളരെ കുറച്ച് മെയിൻ്റനൻസ് വേണ്ട ഒരു സാധനമാണ് ZZ പ്ലാന്റ്. അതിൻ്റെ തന്നെ ബ്ലാക്ക് ഇവിടെ ഇരിപ്പുണ്ട് കണ്ടോ. ബ്ലാക്ക് അത്യാവശ്യം ട്രെൻഡിങ് ആണ് ഇപ്പോൾ. ഇത് നമ്മുടെ ജെയ്ഡ് പ്ലാന്റിൻ്റെ ബോൺസായി ഇരിപ്പുണ്ട്. അതും ഭാഗ്യം കൊണ്ടുവരുന്ന പ്ലാന്റ് എന്നാണ് പറഞ്ഞത് കേട്ടോ. നമുക്ക് അക്വേറിയത്തിൻ്റെ ഉള്ളിലൊക്കെ വളർത്താൻ പറ്റും കിടിലൻ പ്ലാന്റ് കേട്ടോ. ഭംഗിയായിട്ട് കിടന്നു അക്വേറിയത്തിൽ. ഇത് കണ്ടോ, ശരിക്കും ഇത് ഷെഫ്ലോറ എന്ന് പറഞ്ഞ സാധനമാണ്. ഇതിൻ്റെ വെരിഗേറ്റഡ് കൊണ്ട് ഇത് ഗ്രീൻ ആട്ടോ. ഇത് ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ചൈന ഡോൾ അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. 225 രൂപ എന്ന് വില വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കുറച്ച് അഡ്ജസ്റ്റബിൾ ആട്ടോ റേറ്റൊക്കെ. ഇത് പാമിൻ്റെ വെറൈറ്റി. ഇതിവിടെ മണി പ്ലാന്റ്സിൻ്റെ ഒരു കിടിലൻ സെക്ഷൻ കണ്ടോ, അങ്ങ് ഏറ്റവും വരെ വെച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ മണി പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വളർത്തുമ്പോൾ ഭംഗിയാണ് മെയിനായിട്ട് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ടിങ്സ് ഒക്കെ ഓരോന്ന് വെച്ച് വളർത്തുന്നതിനേക്കാളും ഇത്തരം ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് വാങ്ങി വെക്കുകയാണെങ്കിൽ അതിൻ്റെ ലുക്കൊന്ന് വേറെ തന്നെ ആയിരിക്കും കേട്ടോ. എത്ര പ്ലാന്റ് നോക്കി ഒരു ചവിട്ടി തന്നെ കണ്ടോ. ഇത് എൻജോയ് പോത്തോസ് എന്ന് പറഞ്ഞ സാധനമാണ് കണ്ടോ. ഇതിനൊക്കെ 100-130 വിലയിട്ടിരിക്കുന്നത് കേട്ടോ. യെസ്, ഇതിവിടെ കുറേ ഉണ്ട് കളക്ഷൻ. ഇത് നമ്മുടെ ബ്രോക്കൺ ഹാർട്ട് ഇരിപ്പുണ്ട്. ഇതും നല്ലൊരു പ്ലാന്റ് ആട്ടോ. ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റിയതാണ്. ഇത് കുറച്ച് കലാത്തിയ വെറൈറ്റീസ്. കിടലിനും കലാത്തിയ കേട്ടോ. ഇതൊക്കെ മുമ്പ് ഞാൻ വരുമ്പോൾ ഒരുപാട് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞിരിക്കുക. ഇതിൻ്റെയൊക്കെ ഭംഗിയുണ്ടോ. ട്രസീന പ്ലാന്റ് ആണ്. ഇതേ നമ്മുടെ റബ്ബർ പ്ലാന്റിൻ്റെ 1-2 വെറൈറ്റി ഉണ്ട്. വെരിഗേറ്റഡ് ഉണ്ട്, ഈ സാധനം ഉണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ റബ്ബർ പ്ലാന്റ്സ് ആണ്. ബെസ്റ്റ് പ്ലാന്റ്സ് ആട്ടോ. ഇതെവിടെയുണ്ട് റബ്ബർ പ്ലാന്റ്. ഫൈക്കസ് ഇരിപ്പുണ്ട്, വെരിഗേറ്റഡ് ഫൈക്കസ്. സ്നേക്ക് പ്ലാന്റ് കണ്ടോ, കുറച്ചേ ഉള്ളൂ വെറൈറ്റീസ്, എന്നാലും ഓക്കെയാണ്. ഇത് ഇൻഡോർ പ്ലാന്റ്സ് എടുക്കുന്ന ബെസ്റ്റ് പ്ലാന്റ് ആണ്. ഇത് ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു അലൊക്കേഷൻ കാണാൻ പറ്റും. ജെയ്ഡിൻ്റെ കുറേ വെറൈറ്റീസ് അങ്ങേറ്റം വരെ വെച്ചിട്ടുണ്ട് കണ്ടോ. അങ്ങേറ്റം വരെ ഉണ്ട് ജെയ്ഡ്. ഇവിടെയും നമ്മുടെ ZZ പ്ലാന്റിൻ്റെ സെക്ഷൻ തന്നെ കേട്ടോ. ZZ പ്ലാന്റ്, നമ്മുടെ സാൻസിബർ ജെമ്മെന്നോ പല പേരിലും അറിയപ്പെടും കേട്ടോ. അത് ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയും ജാമിയ ZZ പ്ലാന്റ് ആണ്. ZZ പ്ലാന്റ് ആണ്. ജാമിയയുടെ ബ്ലാക്കിൻ്റെ പീസ് ലില്ലി ഇരിപ്പുണ്ട് കേട്ടോ. പീസ് ലില്ലി ഉണ്ട്. ഇതെവിടെ ZZ പ്ലാന്റിന് തന്നെ ഡാർഫ് വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇത് ചെറിയ പ്ലാന്റ് ആണ്, വലുത് വേറുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് കുറച്ചും കൂടെ രസം ഉണ്ടാവും കേട്ടോ വെച്ച് കഴിഞ്ഞാൽ. ഇൻഡോർ പ്ലാന്റ് ആയിട്ട് അത്ര ലോങ് ആയിട്ട് പോകില്ല. അതിൻ്റെ ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്കിനൊക്കെ 225 വെച്ചിട്ടുണ്ട് റേറ്റ് കണ്ടോ. ഇതേ ഇത്രയും വലിയ പ്ലാന്റ്സ് ഉണ്ട് ബ്ലാക്കിൻ്റെ തന്നെ, നല്ല ബുഷി ആയിട്ടിരിക്കുന്നുണ്ട്. ഇത് വെരിഗേറ്റഡ് ഫൈക്കസ് ഇരിപ്പുണ്ട്. ഇവിടെ കുറച്ച് ഫേൺ വെറൈറ്റീസ് ലിപ്സ്റ്റിക്ക് ഇരിപ്പുണ്ട്. ഇത് കണ്ടോ, സാൻസവേറിയാണ്. ഈ ബ്രൂമി പ്ലാന്റ് അടിപൊളി, രസമുള്ള പ്ലാന്റ് കേട്ടോ. ഇത് അഗ്ലോണിമ ബട്ടർഫ്ലൈ, ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ്. ഇവിടെ കുറച്ച് ഫിലോഡെൻഡ്രോൺ ഇരിപ്പുണ്ട്. ഇത് ചൈന ഡോളിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. ഫിഗ്, വിഷറി പാം ഉണ്ട്. പല ടൈപ്പ് പാംസ് ഉണ്ട് കേട്ടോ.
ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് ബെസ്റ്റായിട്ട് വെക്കാവുന്ന സാധനങ്ങളാണ്. ഈ ഭാഗത്തും കുറേ പ്ലാന്റ്സ് ഉണ്ടോ. ഇതാ ഞാൻ പറഞ്ഞേ സാൻസവേരിയ ഡോർഫിൻ്റെ ഒരു കിടിലൻ പ്ലാന്റ് ഉണ്ടോ. നല്ല വലിയ പ്ലാന്റാണ്, നല്ല ബുഷിയായിട്ടിരിക്കുന്നുണ്ട്. ഇത് 1500 1700 ആ റേഞ്ച് വരും കേട്ടോ വില. ഇതേ എൻ്റെ ഒരു ഫേവറേറ്റ് നമ്മുടെ സാൻസവേരിയ സിലിണ്ടറിക്ക. എൻ്റെ വീട്ടിൽ പലരും കണ്ടിട്ടുണ്ടാവും. ഇത് സിലിണ്ടർ പുല്ലിക ഉണ്ടോ, സിലിണ്ടറിക്ക എന്ന് പറഞ്ഞു കേട്ടോ. 300 റേഞ്ച് 325 ആ റേഞ്ചിലാണ് വരുന്നത് കേട്ടോ വില. നല്ല രസമല്ലേ കാണാൻ. കുറച്ച് ഇതേ ഫേൺ വെറൈറ്റീസ്, പിന്നെ ഇവിടെ കാക്ടസ് വെറൈറ്റീസ് കുറച്ചിരിപ്പുണ്ട് കണ്ടോ. അപ്പോൾ ഇത്രയുമാണ് ഇവിടുത്തെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻ. നമുക്ക് പുറത്തോട്ട് പോയിട്ട് ബാക്കി എന്തൊക്കെയുള്ളത് നോക്കാം കേട്ടോ. വാ, ഇതെവിടെ കണ്ടോ ഓറഞ്ചൊക്കെ കാശ് വെപ്പുണ്ട് കേട്ടോ. ഇവിടെ വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ഷൻ ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് ആട്ടോ. വെജിറ്റബിൾസിൻ്റെ സീഡ്ലിങ്സ് ഇവിടെ കുറേ അധികം ഉണ്ട്. ഇപ്പോൾ കുറച്ച് കളക്ഷൻ കുറവാണ്, വരുമ്പം കുറച്ച് അധികം ഉണ്ടാവും കേട്ടോ. ഇത് ശരിക്കും വെജിറ്റബിൾസ് എപ്പോഴും ഞാൻ പറഞ്ഞ് നമ്മൾ സീഡിട്ട് മുളപ്പിച്ചുണ്ടാക്കുന്ന തൈകൾ തന്നെയാണ് നല്ലത്. പക്ഷേ എമർജൻസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് കുറച്ച് നടണം തോന്നിക്കഴിഞ്ഞാൽ വന്ന് തൈ മേടിച്ചപ്പോൾ തന്നെ നടാം കേട്ടോ. പക്ഷേ വില നോക്കുമ്പോഴും കുറച്ച് കൂടുതലാണ്, എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. 20 രൂപയൊക്കെ വിലയുണ്ട് ഓരോന്നിന്. ഇത് ചുവന്ന വെണ്ടയുണ്ട്. നമ്മുടെ പൊന്നാങ്കണ്ണി ചീര, നമ്മുടെ സ്റ്റാറാണ് ഇപ്പോൾ കത്തി നിൽക്കുന്ന സാധനം കേട്ടോ. 30 രൂപ വിലയിട്ടിരിക്കുന്നത് പൊന്നാങ്കണ്ണിക്ക്. ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് പറയപ്പെടുന്ന സാധനം കേട്ടോ. എന്താണ് മാലിമുളക്. ഇവിടെ നമ്മുടെ ക്യാബേജിൻ്റെ തൈകളുണ്ട്. ഈ സൈഡ് നോക്കുകയാണെങ്കിലും കോളിഫ്ലവറിൻ്റെ തൈകളുണ്ട്. അമര, നമ്മുടെ മല്ലിയില ഇങ്ങനെ തൈയായിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ. മല്ലിയില എല്ലാവർക്കും മല്ലി വിത്തിട്ടാലും മുളയ്ക്കുന്നില്ല എന്നൊരു അഭിപ്രായം എല്ലാവർക്കും ഉണ്ടല്ലോ, അങ്ങനെ പരാതിയുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ തന്നെ മേടിച്ചുകൊണ്ട് പോകാം കേട്ടോ തൈ. സലാഡ്, വെള്ളരി, കത്തിരിക്ക. ഇവിടെയും കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. യെസ്, ഇത് പന്നിയൂർ കുരുമുളക്. വില എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, 80 രൂപയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല തൈകളാണ്. അപ്പോൾ ഇവിടെ ഒരു വീട്ടിൽ അത്യാവശ്യം വേണ്ട ഒരു സാധനം കറിവേപ്പിന് നല്ലൊരു കളക്ഷൻ ഉണ്ട്. ഞാൻ ഇവിടെ മുമ്പ് തൈ വാങ്ങിയിട്ടുണ്ട് കറിവേപ്പിൻ്റെ. ഉറപ്പായിട്ടും വാങ്ങി വെക്കും കേട്ടോ. കറിവേപ്പില്ലെങ്കിൽ ഇവിടേക്ക് വരാണെങ്കിൽ കറിവേപ്പിന് തന്നെ കുറച്ച് വലിയ തൈകൾ കാണാൻ പറ്റും കണ്ടോ. ജർബറ പ്ലാന്റ്സ്, കുറച്ച് പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും ഇപ്പോഴത്തെ ടൈമിലെ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം റോസ്മേരിയുടെ ഗുണങ്ങൾ ഞാൻ പറയാൻ നിങ്ങൾക്കെല്ലാം അറിയാം. നമ്മൾ എപ്പോൾ യൂട്യൂബ് തുറന്നാലും റോസ്മേരി ഹെയർ ഗ്രോത്തിനും കുറേ ഗുണങ്ങളുള്ള സാധനമാണ്. അത് റോസ്മേരിയുടെ ഇരിപ്പുണ്ട്. അത്യാവശ്യം നല്ല പ്ലാന്റ്സ് ആട്ടോ. പലരും അന്വേഷിച്ച് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടേക്ക് വന്നാൽ കിട്ടും കേട്ടോ. ഇത് 150 രൂപ 160 രൂപ വില പറയുന്നത് കേട്ടോ ഓരോന്നിന്. ഇത് നമ്മുടെ ഷിഫ്ലോറയുടെ വെരിഗേറ്റഡ് വെറൈറ്റി, നല്ല ഭംഗിയുണ്ട്. റോസിൻ്റെ കളക്ഷൻ ഇവിടെ കുറവാണെന്ന് എനിക്ക് തോന്നി. ഇത് അരളിയുണ്ട്, പല നിറങ്ങളിൽ അരളിയുണ്ട്. ഇത് ഇവിടേക്ക് വരികയാണെങ്കിൽ ഓരോന്നിൻ്റെയും പേര് പറയാൻ സമയമില്ല, എന്നാലും ജസ്റ്റ് കണ്ടോ കേട്ടോ. വളരെ കോമൺ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്, എന്നാലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടേക്ക് പോരും കേട്ടോ. ഇതിൻ്റെയൊക്കെ ഭംഗിയുണ്ടോ, എന്ത് ബുഷിയായിട്ട് നിൽക്കുന്നതുണ്ടോ. യെസ്, ഹൈബ്രിഡ് ചെമ്പരത്തികളുണ്ട്. ഇതുണ്ടോ. ഇവിടെ നമ്മുടെ മെലോസ്റ്റോമയുടെ 2 വെറൈറ്റി ഉണ്ട്. ഇതതിൻ്റെ വൈറ്റാണ്. വൈറ്റ് അത്രയും കോമൺ അല്ല, റയറായിട്ട് കാണുന്നൊരു സാധനം കേട്ടോ. വൈറ്റിൽ പൂവുണ്ട്, ഞാൻ കാണിച്ചു തരാം. പൂവെല്ലാം കൊഴിഞ്ഞിരിക്കുക കേട്ടോ. ഇത് കണ്ടോ വൈറ്റിൻ്റെ പൂവ്. ഈ മെലസ്റ്റോമ വൈറ്റിന് അത്യാവശ്യം വിലയുള്ളതാണ്. പക്ഷേ ഇവിടെ 100 രൂപയ്ക്ക് ഇത്രയും ബുഷി ആയിട്ടുള്ള പ്ലാന്റ് അവൈലബിൾ ആട്ടോ. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. ഇത്രയും ബ്രാഞ്ചസും ഒരുപാട് മുട്ടുന്നിപ്പുണ്ട് കേട്ടോ. 100 രൂപയ്ക്ക് അവൈലബിൾ ആണ്. ഇത് കോമൺ വെറൈറ്റിയാണ്, ഈ വയലറ്റ് കളർ. ഇവിടെയും ഇത്രയും വലിയ പ്ലാന്റ്സ് കണ്ടോ, നല്ല വലിയ പ്ലാന്റാണ്. അയ്യോ കണ്ടോ, ഇതും ഇവിടെ 100 രൂപയ്ക്ക് അവൈലബിൾ ആട്ടോ. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്, ഒരുപാട് മുട്ടുണ്ട് കണ്ടോ. യെസ്, ഇവിടെ കുറച്ച് പാം വെറൈറ്റീസ് ഉണ്ട്. ഇവിടെ കണ്ടോ ബാരലിൽ. ഇത് ഡെമോ ആണ്. ഞാൻ പറഞ്ഞു ഒരു വലിയൊരു ഗാർഡൻ വേറെ ഉണ്ട്, അവിടെയാണ് ഫുൾ വെച്ചിരിക്കുന്നത്. ഇവിടെ വരുന്നവർക്ക് വേണ്ടി ഡെമോ വെച്ചിരിക്കുക. ബാരലിൽ ഭംഗിയായിട്ട് ഞാവലും അബിയും മാവും ഒക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പ്ലാന്റ്, ഇതിൻ്റെ പേരെനിക്ക് ഓർമ്മ വരുന്നില്ല, പുള്ളിയില്ല ഇവിടെ ചോദിക്കാൻ. ഇത് നമ്മുടെ ചുമരിലും വീട്ടിൻ്റെ മേളിലുമൊക്കെ ഭംഗിയായിട്ട് പടർത്തി പൂത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല രസമുള്ള പ്ലാന്റ് ആട്ടോ. ഇവിടെ തെച്ചികളുടെ ഒരു സെക്ഷനാണ്. ഇതേ നമ്മുടെ നന്ദ്യാർ വട്ടം കണ്ടോ, അത് ഞാൻ പാരിജാതം വിചാരിച്ചു. കുറേ മുട്ടായിട്ട് നിൽപ്പുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ അടുത്തിട്ട് തന്നെ നല്ലൊരു ഡ്രാഗൺ ഫ്രൂട്ട് ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സെറ്റ് ചെയ്യുന്ന രീതി കണ്ടോ, താഴെ ബാരലിൽ നട്ടിട്ട് ഒരു
പില്ലർ കൊടുത്തിട്ട് അതിലേക്ക് പടർത്തി മേളിൽ ടയർ വെച്ചിട്ട് അതിലേക്ക് ഇട്ടിരിക്കുക കേട്ടോ. ഇങ്ങനെ എല്ലാവരും ഡ്രാഗൺ ഫ്രൂട്ട് വളർത്തുക കേട്ടോ. പൂ നിൽപ്പുണ്ട് കണ്ടോ, പൂവുണ്ട്, ഇതേ ഒരു കായ നിൽപ്പുണ്ട്, ഒരു കായുണ്ട്. അതിൻ്റെയും തൈകളിവിടെ അവൈലബിൾ ആട്ടോ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ. ഇനി ഇവിടെ പ്ലാന്റിൻ്റെ പോട്ട്സിൻ്റെയും എക്യുപ്മെൻറ്റ്സിൻ്റെയും വളങ്ങളുടെയൊക്കെ ഒരു വിശാലമായ കളക്ഷൻ വേറെയുണ്ട്. ഒരുപാട് നീണ്ടു പോകും വീഡിയോ, അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇവരെക്കുറിച്ച് ഓൾറെഡി ഞാൻ കുറച്ചധികം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, അതും എല്ലാവരും കാണുക. പിന്നെ അതിൽ ഇവിടേക്ക് വരാനുള്ള വഴി വീഡിയോ ഉൾപ്പെടെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി ഇങ്ങോട്ട് വരാനുള്ള മാർഗ്ഗം ഒന്നുകൂടെ ഞാൻ പറയാം. നിങ്ങൾ കഴക്കൂട്ടം ഭാഗത്തു നിന്ന് വരുന്നതെങ്കിൽ, അതായത് കൊല്ലം സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ കഴക്കൂട്ടം, ദെൻ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് വീണ്ടും മുന്നോട്ട് ടുവേർഡ്സ് ശ്രീകാര്യം, ട്രിവാൻഡ്രം റൂട്ടിൽ തന്നെ വരുമ്പോഴത്തേക്ക് പാങ്ങപ്പാറ എന്നൊരു സ്ഥലമുണ്ട്. പാങ്ങപ്പാറ ഗുരുമന്ദിരമുണ്ട്. ഗുരുമന്ദിരത്തിന് തൊട്ട് മുമ്പായിട്ട്, കാര്യവട്ടത്തിനും പാങ്ങപ്പാറ ഗുരുമന്ദിരത്തിനും ഇടയ്ക്കായിട്ട് റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റോയൽ ഗ്രീൻ ഹൗസ് എന്ന ബോർഡ് കാണാൻ പറ്റും. ട്രിവാൻഡ്രം ഭാഗത്തു നിന്ന് വരുന്നതെങ്കിൽ നമ്മൾ ശ്രീകാര്യം കഴിഞ്ഞിട്ട് പാങ്ങപ്പാറ കഴിഞ്ഞിട്ട് ഗുരുമന്ദിരം കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻ.